ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെ? ഒത്തിരി കഥ കേട്ടിട്ട് ചിലത് വേണ്ടാന്ന് വെക്കുക അങ്ങനെയുണ്ട് ഉണ്ടല്ലേ? ദാറ്റ് മീൻസ് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് വർക്ക് ആവില്ല എന്നോ? അതോ ചിലത് നമുക്ക് വർക്ക് ആവില്ല എന്നറിയാം. ചിലത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ എന്താ പറയുക, ഒരു ഡയറി എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഞാൻ എൻ്റെ റിലീസാകാത്ത സിനിമകളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ വേണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സെറ്റപ്പിലല്ലെങ്കിൽ ആ സിനിമകൾക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഇന്ന് ക്രൈറ്റീരിയാസ് മാനേജ് ചെയ്യുന്നൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു തോന്നലുണ്ട്. ശരിക്കും എനിക്കൊന്നും നിങ്ങൾ വന്ന ഇടയ്ക്കാണോ എന്ന് അറിയത്തില്ല, അത് കഴിഞ്ഞിട്ടാണോ അതൊരു മുന്നേ ആണോ? ഒരിടയ്ക്ക് ഹീറോയിൻസിന് ഒട്ടും ഒരു പ്രാധാന്യം അത്രയ്ക്കില്ലാതെ കുറച്ചൊരു നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് നിഖില വന്നതിന് ശേഷമാണോ എന്ന് അറിയത്തില്ല. ഇപ്പം എങ്ങനെയാണ്? യു ഹാവ് ദ സ്പേസ്, ഹീറോയിൻസിന് സ്പേസ് ഉണ്ട്? അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഹീറോയിൻസിന് സ്പേസ് ഉള്ള സിനിമകളുണ്ട്, പക്ഷെ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഒരു വലിയ സിനിമയായിട്ട് മാറില്ല. ചിലപ്പോൾ വലിയ സിനിമകളിൽ അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അത്രയും നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സൊക്കെ ആൾക്കാർ എഴുതുന്നത് ഇപ്പോഴും കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് വല്ലപ്പോഴും വർഷത്തിലൊരു 1-2 അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ നമ്മൾ അതിനെ ഒരുപാട് പ്രൈസ് ചെയ്യുമെങ്കിലും ഒരു കണ്ടിന്യൂസ്ലി അങ്ങനെ ഒരുപാട് സിനിമകൾ വരുന്നത് കുറവാണ്. ഇപ്പൊ തമിഴ് തെലുങ്കൊക്കെ വരുന്നുണ്ട് ഓഫീസ്? തമിഴ് ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്, കൂടെ പാരലലി ചെയ്യുന്നുണ്ട്. തെലുഗു ഞാൻ അങ്ങനെ ചെയ്യാറില്ല സിനിമകൾ. എവിടെ ഏറ്റവും കംഫർട്ട്? മലയാളം തമിഴും എനിക്ക് ഓക്കെയാണ്. അവിടെ എങ്ങനെ കമ്പാരിറ്റീവ്ലി ടു മലയാളം? എനിക്ക് വലിയ ഡിഫറൻസ് ഇതേപോലെ പ്രൈവറ്റ് സ്പേസ് അങ്ങനെ അവിടെയുള്ള ആൾക്കാരും അത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്താണ് എങ്ങനെ ഈ പെണ്ണ് കേസ് എന്ന് പറയുന്നത്? പെണ്ണ് കേസ് ഞാൻ പറഞ്ഞ പോലെ യൂഷ്വലി എപ്പോഴും വരുന്നൊരു നമുക്ക് പാറ്റേൺ ഓഫ് സിനിമ ആയിരുന്നില്ല. ഇതിനകത്തൊരു നമ്മളെപ്പോഴും സ്ത്രീകളെ കാണിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പിലുള്ളൊരു സ്ത്രീയല്ല. ഒബ്വിയസ്ലി ഇവരൊരു സ്കാമൊക്കെ നടത്തുന്ന ഒരു ഇതാണ്. അപ്പോൾ അവർക്ക് പറയാനുള്ള സ്റ്റോറിയും അങ്ങനെ. ഇപ്പം നമുക്കിതിന് മുന്നേ ഇതേ റെഫറൻസ് ഉള്ള സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും ഈ കൂടുതൽ അവരുടെ ഡീറ്റെയിലിങ്ങിലേക്ക് ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ഫാമിലി ഓറിയന്റഡ് മൂവി തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ഫാമിലീസ് മൊത്തം പറഞ്ഞു തരുവല്ല. അതായത് ഇപ്പം ഞാനൊരു 12 പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 12 പേരുടെയും ഇമോഷൻസിലൂടെ ഇത് പോകുന്നുണ്ട്. അതാണ് സ്റ്റോറി. സോ ബേസിക്കലി അപ്പം അതൊരു കേസായി മാറുകയും ആ കേസ് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സൈഡ് ഓഫ് സ്റ്റോറി എന്താണെന്ന് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നിടത്താണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ തിയേറ്ററിൽ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അത് അവിടെയും തൊട്ട് ഇവിടെയും തൊട്ടൊക്കെ പറഞ്ഞു തരുള്ളൂ. ഓക്കെ, നിഖില ബേസിക്കലി ഞാൻ നിഖിലെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഭയങ്കര ബോൾഡാണ്. ആരെ കുറിച്ച് അങ്ങനെ എന്നാ പറയാ, എന്നാ ഉണ്ടെങ്കിലും ഉള്ളതുപോലെ മുഖത്തോക്കി പറയും, അതിന് പേടിയില്ലാന്ന്. റിയലി യു ആർ എ കോൺഫിഡന്റ് ഗേൾ? ബോൾഡാണ്? അങ്ങനെയില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്ത് അങ്ങനെ പറയരുത്, സം ഗുഡ് അഡ്വൈസസ്, സം വൺ ആൻഡ് വൺ? ചേച്ചി, എൻ്റെ വേ ഓഫ് ടോക്ക് എന്ന് പറയുന്നത് സർക്കാസമാണ് എൻ്റെ ഒരു. അപ്പോൾ അത് കുറച്ച് തമാശയൊക്കെ കലർത്തി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഹേർട്ട് ചെയ്യത്തില്ല, പക്ഷെ സ്റ്റിൽ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളൊരു ഫീൽ നമുക്കുണ്ടാവില്ല, അത്രേ ഉള്ളൂ. വെരി കോൺഫിഡൻറ്റ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ഓക്കെ, ഇപ്പം സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞു. ഞാൻ പാരലി LLB ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് LLB പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അഡ്വക്കേറ്റ് ആകുമ്പോൾ ഭയങ്കര വർത്താനം പറയണ്ടേ? നിർബന്ധമില്ല, അങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം. പ്രാക്ടീസ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ വെറുതെ എനിക്കിങ്ങനെ ഒരു പാരലലി എന്തെങ്കിലും പഠിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഫിലിമും ഇനി എക്സാംസ് ഒക്കെ എഴുതണം കുറേയൊക്കെ.